ഫസ്റ്റ് സെൻറ്റൻസ്, അടുത്ത ബസ് എപ്പോൾ എത്തുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നതിന് ഡു യു നോ, ഡു യു നോ. എപ്പോൾ എന്നതിന് വെൻ. അടുത്ത ബസ് എന്നതിന് നെക്സ്റ്റ് ബസ്. എത്തിച്ചേരുക എന്നുള്ളതിന് അറൈവ്. അടുത്ത ബസ് എപ്പോൾ എത്തിച്ചേരുമെന്ന് നിങ്ങൾക്കറിയാമോ? ഡു യു നോ വെൻ ദ നെക്സ്റ്റ് ബസ് വിൽ അറൈവ്. ഡു യു നോ വെൻ ദ നെക്സ്റ്റ് ബസ് വിൽ അറൈവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ബസ് എത്ര മണിക്ക് അവിടെ എത്തും? ഈ ബസ് എത്ര മണിക്ക് അവിടെ എത്തും? എത്ര മണി എന്നുള്ളതിന് വാട്ട് ടൈം, വാട്ട് ടൈം. ഈ ബസ് എന്നുള്ളതിന് ദിസ് ബസ്. അവിടെ എത്തും എന്നുള്ളതിന് അറൈവ് ദെയർ, അറൈവ് ദെയർ. അപ്പോൾ എങ്ങനെ പറയാം സെൻറ്റൻസ്? വാട്ട് ടൈം വിൽ ദിസ് ബസ് അറൈവ് ദെയർ? വാട്ട് ടൈം വിൽ ദിസ് ബസ് അറൈവ് ദെയർ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാവേ. ആ പള്ളിയുടെ മുന്നിൽ ഈ ബസ് നിർത്തുമോ? ആ പള്ളിയുടെ മുന്നിൽ ഈ ബസ് നിർത്തുമോ? എങ്ങനെ ചോദിക്കാം? ഈ ബസ് നിർത്തുമോ എന്ന് ചോദിക്കുന്നതിന് വിൽ ദിസ് ബസ് സ്റ്റോപ്പ്, വിൽ ദിസ് ബസ് സ്റ്റോപ്പ്. മുന്നിൽ എന്നുള്ളതിന് ഇൻ ഫ്രണ്ട് ഓഫ്, ഇൻ ഫ്രണ്ട് ഓഫ്. ദാറ്റ് ചർച്ച്, ആ പള്ളി, ദാറ്റ് ചർച്ച്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? വിൽ ദിസ് ബസ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ചർച്ച്? വിൽ ദിസ് ബസ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ചർച്ച്? ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാവേ. അവിടെ എത്താൻ എത്ര ദൂരമുണ്ട്? എങ്ങനെ ചോദിക്കാം? അവിടെ എത്താൻ എന്നുള്ളതിന് ടു ഗെറ്റ് ദെയർ, ടു ഗെറ്റ് ദെയർ. എത്ര ദൂരം എന്നുള്ളതിന് ഹൗ ഫാർ, ഹൗ ഫാർ. അവിടെ എത്താൻ എത്ര ദൂരമുണ്ടെന്ന് എങ്ങനെ ചോദിക്കും? അപ്പോൾ ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ഗെറ്റ് ദെയർ? ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ഗെറ്റ് ദെയർ? ഓക്കെ, അടുത്ത സെൻറ്റൻസിലോട്ട് കിടക്കാവേ. ബസ്സിൽ കയറാൻ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ? ബസ്സിൽ കയറാൻ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ? ആർക്കെങ്കിലും കഴിയുമോ എന്ന് ചോദിക്കുന്നതിന് നമ്മൾ ക്യാൻ സംവൺ, ക്യാൻ സംവൺ. എന്നെ സഹായിക്കാൻ ഹെൽപ്പ് മീ. എന്തിനു വേണ്ടിയിട്ടാ? ഗെറ്റ് ഓൺ ദ ബസ്. ബസ്സിൽ കയറാൻ ഗെറ്റ് ഓൺ ദ ബസ്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ക്യാൻ സംവൺ ഹെൽപ്പ് മീ ഗെറ്റ് ഓൺ ദ ബസ്? ക്യാൻ സംവൺ ഹെൽപ്പ് മീ ഗെറ്റ് ഓൺ ദ ബസ്? ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസാ. ഈ ബസ് നാളെ ഇതേ സമയത്ത് വരുമോ? ഈ ബസ് നാളെയും ഇതേ സമയത്ത് വരുമോ എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചോദിക്കാം? ഈ ബസ് വരുമോ എന്നുള്ളതിന് വിൽ ദിസ് ബസ് കം. ഈ ബസ് വരുമോ? വിൽ ദിസ് ബസ് കം. ഇതേ സമയത്ത് എന്നുള്ളതിന് അറ്റ് ദ സെയിം ടൈം. ഇതേ സമയം, അറ്റ് ദ സെയിം ടൈം. ടുമോറോ എന്ന് വെച്ചാൽ നാളെ. അപ്പോൾ എങ്ങനെ ചോദിക്കാം? വിൽ ദിസ് ബസ് കം അറ്റ് ദ സെയിം ടൈം ടുമോറോ? വിൽ ദിസ് ബസ് കം അറ്റ് ദ സെയിം ടൈം ടുമോറോ? ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാവേ. അവിടെ എത്താൻ എത്ര ചിലവാകും? അതായത് അവിടെ വരെ പോകാൻ എത്ര രൂപയാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എത്താൻ എന്നുള്ളതിന് ഗെറ്റ് ദെയർ, ഗെറ്റ് ദെയർ. എത്ര എന്നുള്ളതിന് ഹൗ മച്ച്, ഹൗ മച്ച്. ചിലവ് എന്നുള്ളതിന് കോസ്റ്റ്, ചിലവ്, കോസ്റ്റ്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? അവിടെ എത്താൻ എത്ര ചിലവാകും? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ടു ഗെറ്റ് ദെയർ? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ടു ഗെറ്റ് ദെയർ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ബസ്സിൽ എനിക്കിരിക്കാനൊരു സീറ്റ് കിട്ടുമോ? ഈ ബസ്സിൽ എനിക്കിരിക്കാനൊരു സീറ്റ് കിട്ടുമോ? ഈ ബസ് എന്നുള്ളതിന് ദിസ് ബസ്. ഒരു സീറ്റ് എന്നുള്ളതിന് എ സീറ്റ്. എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്യാൻ ഐ ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാൻ ഐ ഹാവ്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ക്യാൻ ഐ ഹാവ് എ സീറ്റ് ഓൺ ദിസ് ബസ്? ക്യാൻ ഐ ഹാവ് എ സീറ്റ് ഓൺ ദിസ് ബസ്? അപ്പോൾ അടുത്ത സെൻറ്റൻസിലോട്ട് പോകാവേ. അവളുടെ ടിക്കറ്റും ഞാൻ എടുക്കാം. അവളുടെ ടിക്കറ്റും ഞാൻ എടുക്കാം. ഞാൻ എടുക്കാം എന്നുള്ളതിന് ഐ വിൽ ടേക്ക്, ഐ വിൽ ടേക്ക്. അവളുടെ എന്നുള്ളതിന് ഹെർ, ഹെർ. ടിക്കറ്റും കൂടി എന്നുള്ളതിന് ടിക്കറ്റ് ടു, ടിക്കറ്റ് ടു. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ഐ വിൽ ടേക്ക് ഹെർ ടിക്കറ്റ് ടു, ഐ വിൽ ടേക്ക് ഹെർ ടിക്കറ്റ് ടു. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്.
എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്തെത്തുമ്പോൾ ദയവായി എന്നെ അറിയിക്കൂ. എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോൾ എന്നോടൊന്ന് പറയണേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്തെത്തുമ്പോൾ ദയവായി എന്നെ അറിയിക്കൂ. ദയവായി എന്നെ അറിയിക്കൂ എന്നുള്ളതിന് പ്ലീസ് ലെറ്റ് മീ നോ. പ്ലീസ് ലെറ്റ് മീ നോ. എനിക്കിറങ്ങേണ്ട സ്ഥലം എന്നുള്ളതിന് മൈ ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ. മൈ ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ പറയാം? പ്ലീസ് ലെറ്റ് മീ നോ വെൻ ഐ അറൈവ് അറ്റ് മൈ ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ. പ്ലീസ് ലെറ്റ് മീ നോ വെൻ ഐ അറൈവ് അറ്റ് മൈ ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഈ ബസ് നഗരത്തിലൂടെയാണോ പോകുന്നത്? അതായത് ഈ ബസ് സിറ്റിയിൽ കൂടെയാണോ പോകുന്നത് അതോ കറങ്ങിത്തിരിഞ്ഞാണോ പോകുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ. ഈ ബസ് നഗരത്തിലൂടെയാണോ പോകുന്നത്? നഗരം എന്ന് വെച്ചാൽ സിറ്റി. നഗരത്തിലൂടെ എന്ന് പറയുന്നതിന് ത്രൂ ദ സിറ്റി. ത്രൂ ദ സിറ്റി. അപ്പോൾ എങ്ങനെ ചോദിക്കാം ഈ ബസ് നഗരത്തിലൂടെയാണോ പോകുന്നതെന്ന്? ഡസ് ദിസ് ബസ് ഗോ ത്രൂ ദ സിറ്റി? ഡസ് ദിസ് ബസ് ഗോ ത്രൂ ദ സിറ്റി? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാവേ. എൻ്റെ ബസ് പാസ് മറന്നുപോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ബസ് പാസ് മറന്നുപോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? മറന്നുപോയി എന്നുള്ളതിന് ഫോർഗട്ട് അല്ലേ? എൻ്റെ ബസ് പാസ്, മൈ ബസ് പാസ്. ഇനി ഞാൻ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ പറയത്തില്ല, അയ്യോ ഞാൻ എൻ്റെ ബസ് പാസ് മറന്നുപോയി, ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യും? അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ പറയുന്നത്? ഐ ഫോർഗട്ട് മൈ ബസ് പാസ്, വാട്ട് ഷുഡ് ഐ ഡു നൗ? ഐ ഫോർഗട്ട് മൈ ബസ് പാസ്, വാട്ട് ഷുഡ് ഐ ഡു നൗ? ഈ ബസ്സിൽ ഇത്ര തിരക്കാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ബസ്സിൽ ഇത്ര തിരക്കാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിന് ഐ കാൺട്ട് ബിലീവ് അല്ലെങ്കിൽ ഐ കനോട്ട് ബിലീവ്. ഇത്ര തിരക്ക് എന്നുള്ളതിന് സോ ക്രൗഡ്. സോ ക്രൗഡ്. അപ്പോൾ എങ്ങനെ പറയാൻ സെൻറ്റൻസ്? ഈ ബസ്സിൽ ഇത്ര തിരക്കാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഐ കാൺട്ട് ബിലീവ് ദിസ് ബസ് ഈസ് ടു ക്രൗഡഡ്. ഐ കാൺട്ട് ബിലീവ് ദിസ് ബസ് ഈസ് സോ ക്രൗഡഡ്. അപ്പോൾ അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. എനിക്ക് അടുത്ത ബസ്സിനായി കാത്തിരിക്കേണ്ടി വന്നേക്കാം. എനിക്ക് അടുത്ത ബസ്സിനായി കാത്തിരിക്കേണ്ടി വന്നേക്കാം. അടുത്ത ബസ് എന്നുള്ളതിന് നെക്സ്റ്റ് ബസ്. എനിക്ക് കാത്തിരിക്കേണ്ടി വന്നേക്കാം എന്ന് പറയുന്നതിന് ഐ മൈറ്റ് ഹാവ് ടു വെയിറ്റ്. ഐ മൈറ്റ് ഹാവ് ടു വെയിറ്റ്. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദ നെക്സ്റ്റ് ബസ്. ഫോർ ദ നെക്സ്റ്റ് ബസ്. ഐ മൈറ്റ് ഹാവ് ടു വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ബസ്. ഇനി ഒരു സെൻറ്റൻസ് നോക്കാവേ. നീ എപ്പോഴും ഈ ബസ്സിൽ പോകാറുണ്ടോ? അല്ലെങ്കിൽ നീ എപ്പോഴും ഈ ബസ്സിലാണോ പോകുന്നത്? ഡു യു ഓൾവേസ് ടേക്ക് ദിസ് ബസ്? ഡു യു ഓൾവേസ് ടേക്ക് ദിസ് ബസ്? ഇനി അടുത്തൊരു സെൻറ്റൻസേ. ആരെങ്കിലും എൻ്റെ ബാഗ് ബസ്സിൽ വയ്ക്കാമോ? ആരെങ്കിലും എൻ്റെ ബാഗ് ബസ്സിലൊന്ന് വയ്ക്കാമോ എന്ന് ചോദിക്കുന്നതിന് ആരെങ്കിലും എന്ന വാക്കിന് നമ്മൾ someone എന്ന വേർഡ് യൂസ് ചെയ്യും. ആരെങ്കിലും, someone. എൻ്റെ ബാഗ് എന്നുള്ളതിന് മൈ ബാഗ്. ബസ്സിൽ വയ്ക്കാമോ എന്നുള്ളതിന് പുട്ട് ഓൺ ദ ബസ്. പുട്ട് ഓൺ ദ ബസ്. അപ്പം ആരെങ്കിലും എൻ്റെ ബാഗ് ബസ്സിൽ വയ്ക്കാമോ എന്നെങ്ങനെ ചോദിക്കാം? ക്യാൻ someone put my bag on the bus? Can someone put my bag on the bus? ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്. ആ ബസ് എല്ലാ സ്റ്റോപ്പിലും നിർത്തുമോ? ആ ബസ് എല്ലാ സ്റ്റോപ്പിലും നിർത്തുമോ? എങ്ങനെ ചോദിക്കാം? ഡസ് ദാറ്റ് ബസ് സ്റ്റോപ്പ് അറ്റ് എവറി സ്റ്റോപ്പ്? ഡസ് ദാറ്റ് ബസ് സ്റ്റോപ്പ് അറ്റ് എവറി സ്റ്റോപ്പ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ ബസ് എല്ലാ ദിവസവും കൃത്യസമയത്ത് ഓടാറുണ്ടോ? അല്ലെങ്കിൽ ആ ബസ് എല്ലാ ദിവസവും കൃത്യസമയത്ത് ഓടുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ആ ബസ് ഓടുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഡസ് ദാറ്റ് ബസ് റൺ? ഡസ് ദാറ്റ് ബസ് റൺ? കൃത്യസമയം എന്നുള്ളതിന് നമുക്ക് ഓൺ ടൈം എന്ന് പറയാം. ഓൺ ടൈം. എല്ലാ ദിവസവും എന്നുള്ളതിന് എവറി ഡേ. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ ചോദിക്കാം? ഡസ് ദാറ്റ് ബസ് റൺ ഓൺ ടൈം എവറി ഡേ? ഡസ് ദാറ്റ് ബസ് റൺ ഓൺ ടൈം എവറി ഡേ? നമുക്ക് ചുറ്റിനും ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന ആഗ്രഹമുള്ളവരും എന്നാൽ ഒട്ടും തന്നെ ഇംഗ്ലീഷ് അറിയാത്തവരുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതിലൊട്ടും തന്നെ നമ്മൾ ഗ്രാമർ യൂസ് ചെയ്യുന്നില്ല. ഒട്ടും ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവർക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങാം എന്നതിന് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.